ഇവിടെ വേലക്കാരിയാണെങ്കിൽ അവളുടെ മുതലാളി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവന്റെ അടുത്ത് വന്ന് അവന്റെ വായിലേക്ക് ഒരു മരുന്ന് വയ്ക്കാണ്. കൂടാതെ അവനൊരു ഹെഡ്സെറ്റ് കൂടെ വെച്ചു കൊടുക്കുകയാണ്. ഇത് എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവള് ഇയാളുടെ ദേഹത്ത് ഒരു ടാറ്റു അടിക്കാൻ പോകാണ്. അപ്പൊ പുള്ളിക്ക് വേദന എടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവള് നേരത്തെ ഇയാൾക്ക് പെയിൻ കില്ലർ കൊടുത്തത്. ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ടാറ്റു അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേട്ട് ഇയാൾ ഉണരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അന്ന് ദിവസം കഴിഞ്ഞ് പോയി പുള്ളി രാവിലെ എഴുന്നേൽക്കുകയാണ്. അവിടേക്ക് വിദേശ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇവന്റെ ഭാര്യയും വരുന്നുണ്ട്. ഇവളാണെങ്കിൽ വന്നതും ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുന്നത് ഇവന്റെ കൈത്തിലേക്കാണ്. ഇവന്റെ കൈത്തിൽ എമ്മ എന്ന എഴുതിയ ഒരു ഹാർട്ട് ഷേപ്പുള്ള ഒരു ടാറ്റോ ഇവൾ കാണുകയാണ്. ഇവൾ ഉടനെ തന്നെ ഇവനോട് സത്യം പറ, ആരാണ് ഈ എമ്മ എന്ന് ചോദിക്കുകയാണ്. ഇവനും എമയോ ആരാത്, നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ഇവളോട് ചോദിക്കുകയാണ്. പിന്നെ എന്തിനാ നിങ്ങൾ ആ പേര് നിങ്ങളുടെ കൈത്തിൽ ടാറ്റോ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു കണ്ണാടി എടുത്ത് ഇവനെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ഇവള്. ഇത് കണ്ടതും അത്ഭുതപ്പെട്ട് ഇവനാണെങ്കിൽ സത്യമായിട്ടും എനിക്കിത് എങ്ങനെ വന്നു എന്നറിയില്ല എന്ന് പറയാൻ ഇവളോട്. ഇതേ സമയമായിരിക്കും അവിടേക്ക് ആ വേലക്കാരി വരുന്നത്. ഇവൾ ഇവരോട് ഇന്നലെ വീട്ടിൽ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ വേറെ ഏതെങ്കിലും സ്ത്രീ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വേലക്കാരി അതേ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ഇത് കേട്ട ഇവനാണെങ്കിൽ വേലക്കാരിയോട് എന്തിനാ നിങ്ങൾ വെറുതെ നുണ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതേ സമയം ഇവളാണെങ്കിൽ ഇനിയിപ്പോ എനിക്കും ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ വിദേശ ട്രിപ്പിന് പോയതൊന്നും ആയിരുന്നില്ല, എന്റെ കാമുകൻ ജെയിംസിനെ കാണാൻ പോയതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളുടെ നെഞ്ചത്തടിച്ച ടാറ്റോയും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുവരെ എനിക്ക് നിന്നോട് പറയാൻ ഭയമായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്കതില്ല, കാരണം ഞാനില്ലാത്ത സമയം നീ അവളെ നമ്മുടെ പെട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയാണ്. അപ്പൊ ഈ വേലക്കാരി ഇല്ല, പുള്ളി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്, സത്യം പറഞ്ഞ പുള്ളിയുടെ ദേഹത്തിലെ ടാറ്റോ അത് ഞാൻ വരച്ചതാണ് സാർ, പേടിക്കേണ്ട, ഒരാഴ്ച കൊണ്ട് തന്നെ അത് മാനു പോകുന്നു കൂടി പറയാണ് ഈ വേലക്കാരി. അപ്പൊ ഇവൻ നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ വേലക്കാരിയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കാമുകനുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, ഒരു പക്ഷേ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ച് അവളുടെ വായിൽ നിന്ന് ആ ഒരു കാര്യം നിങ്ങൾ കേൾപ്പിച്ചതെന്ന് പറയാണ്. അങ്ങനെ ഇവനാണെങ്കിൽ ഇവളോട് പെട്ടിയും കിടക്കേക്കെടുത്ത് ഉടനെ തന്നെ ഇറങ്ങാൻ പറയാം. ഒരു നിവൃത്തിയില്ലാതെ ഇവൾ അവിടുന്ന് പോകും. അങ്ങനെ റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ഈ വേലക്കാരിയും മുതലാളിയും മാത്രം തനിച്ചാവാണ്.